സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശരി ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാം, കുഫുവക്കണം, നിന്റെ കുടുംബത്തിലെ പോലെ തന്നെ പണം അവരുടെ കുടുംബത്തിലും ഉണ്ടാവണം, നിനക്കുള്ള പോലെ സൗന്ദര്യമില്ലെങ്കിലും സൗന്ദര്യബോധം ഒരല്പമെങ്കിലും മുഖത്ത് പ്രകടിപ്പിക്കാനുള്ള പ്രതീക്ഷ നിന്റെ ഉള്ളിലുള്ളത് നല്ലതാണ്. അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിക്കുന്നുണ്ട്. അതൊന്നും നിഷേധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും വികലാംഗരെ കെട്ടണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്ത് തന്നെ നോക്കുക, പക്ഷെ ദീനുള്ള പെണ്ണിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻഗണന കൊടുക്കുക, ആ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞുപിടിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു. അങ്ങനെയുള്ള പെണ്ണിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ദുനിയാവ് മുഴുവനും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. ആ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹത്തായ പെണ്ണ് ഏത് സ്വാലിഹത്തായ പെണ്ണാണ്? വിദേശ രാജ്യത്ത് നിന്ന് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിന്റെ പ്രിയതമൻ അറിയാതെ അയൽവാസിയുടെ വാഹനത്തിൽ കയറി ഭീമാപ്പള്ളി ഉറൂസിന് പോകുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. തന്റെ പ്രിയപ്പെട്ടവൻ അറിയാതെ എന്റെ പ്രിയമുള്ളവരെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ കൂടെ വികാലാണ്ടിൽ പോയിട്ട് കുപ്പായം ധരിച്ച് വെള്ളത്തിൽ ചാടുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നവരല്ല, അന്യപുരുഷന്മാരിലേക്ക് നോട്ടമയക്കുന്നവരല്ല, പാതിരാത്രിയിൽ മൊബൈൽ എടുത്ത് വെച്ചിട്ട് കൊണ്ട് അന്യപുരുഷന്മാരോട് സംസാരിച്ചുകൊണ്ട് സമയം കളയുന്നവരല്ല. സ്വാലിഹത്തായ പെണ്ണെന്നല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തന്റെ പ്രിയതമന് കൊടുക്കാനുള്ളത് പ്രിയതമന് മാത്രം കൊടുക്കുന്ന, തന്റെ പ്രിയതമനോട് പറയാനുള്ളത് പ്രിയതമനോട് മാത്രം പറയുന്ന, തന്റെ മക്കളെയും കുടുംബത്തെയും മാന്യതയോടെ സംസ്കരിക്കുന്ന, മാന്യതയോടെ സംരക്ഷിക്കുന്ന, ആ ഭർത്താവിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പെണ്ണ അവളാണ് സ്വാലിഹത്തായ പെണ്ണ് എന്നുള്ള റസൂല് പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ വേണം നമ്മൾ അന്വേഷിക്കാൻ. ഇനി